പ്രിയപ്പെട്ടവരെ, കാവ്യാരാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാവ്യാരാമത്തിൽ ശ്രീമതി സൂസൻ പാലാത്ര എഴുതിയ ദുഃഖത്തിന്റെ കതിരുകൾ എന്ന നോവലിന്റെ 6ാം ഭാഗം കേൾക്കാം. ഈ കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയലക്ഷ്മി നാരായണൻ. ദുഃഖത്തിന്റെ കതിരുകൾ, അധ്യായം 6. നേരം നന്നേ പുലർന്നിട്ടും വിദ്യയ്ക്കും കാവ്യയ്ക്കും പായയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ശരീരത്തേക്കാൾ തളർച്ച മനസ്സിനാണ്. നിത്യമോൾ എണീറ്റ് ചേച്ചിമാരെ കുലുക്കി വിളിച്ചുണർത്താൻ പാടുപെടുകയാണ്. കാവ്യയിച്ച് എണീറ്റ്, സ്കൂളിൽ പോണ്ടേ? കാവ്യ ഞെട്ടിയുണർന്നു. പേടിപ്പെടുത്തുന്നൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നവൾ ഞെട്ടിയുണർന്നു. മോൾ എന്നെ വിളിച്ചുണർത്തിയത് നന്നായി, ഇല്ലേൽ അവരെന്നെ കൊന്നേനെ. അവൾ അവ്യക്തമായി പുലമ്പി. നിത്യയ്ക്കൊന്നും മനസ്സിലായില്ല. അവർ ഇരുവരും ചേർന്ന് വിദ്യേച്ചിയെ ഉണർത്തി. വിദ്യ ഒന്നും സംഭവിക്കാത്തതുപോലെ ചോദിച്ചു, മക്കളെ, സ്കൂളിൽ പോണ്ടേ? എളുപ്പം ഒരുങ്ങ്. നിത്യമോൾ, പോട്ടെ, ഞാനില്ല, കാവ്യ പറഞ്ഞു. തങ്ങൾ മൂവരിലും പഠിക്കാനുള്ള ആർത്തിയും ഭാവിയെപ്പറ്റിയുള്ള ശുഭപ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം കൂടുതൽ കണ്ടിരുന്നത് കാവ്യയ്ക്കായിരുന്നല്ലോ. വിദ്യയ്ക്ക് ദുഃഖം സഹിക്കാനായില്ല. വിദ്യ പറഞ്ഞു, സാരമില്ല, വന്നതൊക്കെ വന്നു, നമ്മളത് കാര്യമാക്കണ്ട. നമുക്ക് പഠിച്ച് ലക്ഷ്യത്തിലെത്താം. എന്നിട്ട് നമ്മെ ഒറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്ത ഈ ലോകത്തിന്റെ മുഖത്ത് കാറിത്തുപ്പണം. കാവ്യ തീർത്തു പറഞ്ഞു. ഞാൻ ഇനിയും ഒരിക്കലും സ്കൂളിലേക്കില്ല. അത്രയ്ക്ക് നാണം കിട്ടു. നമ്മൾ എന്ത് ചെയ്തിട്ടാ ചേച്ചി ഇങ്ങനെ? അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിപ്പൊട്ടി വീണ്ടും കരഞ്ഞു. അവരുടെ കണ്ണീരിൽ പങ്കുചേർന്നെന്ന വണ്ണം ഉത്തരത്തിലിരുന്ന് ഒരു പല്ല് ചിലച്ചു. ഇതെന്നാ കൂത്താ? ഇന്ന് നമ്മുടെ വീട്ടിൽ കഞ്ഞി വെക്കുന്നില്ലേ? കരച്ചിലാണോ? ഈ ചേച്ചിമാർക്ക് ഇതെന്നാ പറ്റി? നിത്യ പരാതിപ്പെട്ടു. ഈ അമ്മച്ചിക്ക് ഇതെന്തു പറ്റി? അമ്മച്ചിയെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, കാവ്യ വേവലാതിപ്പെട്ടു. വടക്കേലെ അമ്മച്ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് അമ്മച്ചിക്ക് ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്യാൻ വേണ്ടി വിദ്യ പോയി. അമ്മു വാതിൽ കൊട്ടിയടച്ച് വളരെ പരുഷമായി പറഞ്ഞു, എടി, ഞങ്ങളൊക്കെ സമാധാനത്തോടെ ഒന്ന് കഴിഞ്ഞോട്ടെ. കാലത്തും വൈകിട്ടും ഇവിടെ ഫോൺ ചെയ്യാൻ വന്ന് ഞങ്ങളെ കൂടി നാറ്റിക്കേണ്ട. ചേച്ചി, ഈ ഒരു ദിവസത്തേക്ക് കൂടി അനുവദിച്ചാൽ മതി. ഞങ്ങളുടെ അമ്മയുടെ ഒരു വിവരവും അറിയുന്നില്ല, വിദ്യ കെഞ്ചി. ഈ പത്രം കണ്ടില്ലേ? നിന്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത എല്ലാ പത്രങ്ങളിലും ഉണ്ട്. അവൾ പത്രത്തിനായി കെഞ്ചി. അവസാനം അവർ പത്രം കാണിച്ചു. വിദ്യ നടുങ്ങിപ്പോയി. ഒരു ദിവസം പ്രായമായ പിഞ്ചു കുഞ്ഞിനെ ജീവനോടെ മണ്ണിട്ട് മൂടിയ കിരാതയായി പത്രക്കാർ തങ്ങളുടെ അമ്മയെ ചിത്രീകരിച്ചിരിക്കുന്നു. പൊക്കിൾ കൊടിയോടുകൂടി കുഞ്ഞിനെ മണ്ണിട്ട് മൂടി കുഞ്ഞിന്റെ തലക്കൽ വലിയ കരിങ്കല്ല് വച്ചിരിക്കുന്നു. അമ്മിഞ്ഞപ്പാലും പെറ്റമ്മയുടെ ഒരിറ്റു സ്നേഹവും നിഷേധിക്കപ്പെട്ട കുഞ്ഞിന്റെ നൊമ്പരം പത്രത്തിന്റെ താളുകളിൽ നിറഞ്ഞു നിന്നു. എല്ലാ പത്രങ്ങളിലും ടിവിയിലും വാർത്തയുണ്ടായിരുന്നു. നിങ്ങൾ കുട്ടികൾ നിരപരാധികളായിരിക്കാം, എങ്കിലും ഇനി ഇവിടെ വരരുത്. ഇവിടെ ആണുങ്ങളൊക്കെയുള്ള വീടാ, അമ്മ പറഞ്ഞു. ഞങ്ങളുടെ അമ്മയെ കാണുന്നത് വരെ മാത്രം ആ പത്രമെങ്കിലും ഒന്ന് വായിക്കാൻ തരണേ ചേച്ചി. ഞങ്ങളുടെ അമ്മ പാവമാണ്. അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അമ്മയ്ക്കതിന് കഴിയില്ല. വിദ്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. വീച്ചി, അമ്മച്ചി എപ്പോ വരും? നിത്യമോൾ ഓടി അടുത്തെത്തി. ചേച്ചിയുടെ മുഖത്തെ പന്തിയില്ലായ്മ കാവ്യയെ വേവലാതിപ്പെടുത്തി. എപ്പോഴാണെങ്കിലും നാടിനെ നടക്കുന്ന ഈ സത്യം തന്റെ കുഞ്ഞനുജത്തിമാർ അറിഞ്ഞല്ലേ പറ്റൂ. അവൾ വളരെ വിഷമിച്ച് കാവ്യയെ മാറ്റി നിർത്തി ഗദ്ഗതമടക്കി കാര്യങ്ങൾ വിക്കി വിക്കി പറഞ്ഞു. നിത്യമോളോടായി വിദ്യ പറഞ്ഞു, മക്കൾ ഇന്ന് സ്കൂളിൽ പോണ്ട. ശരി വീച്ചി, നിത്യ തലയാട്ടി. അപ്പം ഞാനിന്ന് ഉച്ചയ്ക്ക് എന്നാ കഴിക്കും? നാളെ വീച്ചി സ്കൂളിൽ നിന്ന് എല്ലാം എഴുതിയെടുത്താൽ മതി കേട്ടോ. വിദ്യ ആരോടെന്നില്ലാതെ പുലമ്പി. നാളത്തെ പ്രഭാതം നാം കണ്ടിട്ട് വേണ്ടേ? ചേച്ചിയുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് കാവ്യ പറഞ്ഞു. നാളത്തെ പ്രഭാതം മാത്രമല്ല, എല്ലാ പ്രഭാതങ്ങളും കണ്ട് നാം ഉണരും. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഈശ്വരൻ നമ്മളെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കാവ്യ തുടർന്നു. ഞാൻ വായിച്ചിട്ടുണ്ട്, ജീവിതം വിചാരശീലർക്ക് ശുഭപര്യവസായിയും വികാരഭരിതർക്ക് ദുഃഖപര്യവസായിയും ആയി തീരുമെന്ന്. വാൽപോളിന്റെ വാക്കുകൾ കാവ്യ കടമെടുത്തു. ലൈഫ് വിച്ച് ഈസ് എ കോമഡി ഫോർ ദോസ് ഹു തിങ്ക് ഈസ് എ ട്രാജഡി ഫോർ ദോസ് ഹു ഫീൽ. കാവ്യ വീണ്ടും തുടർന്നു. ചേച്ചി, നമ്മൾ നിരപരാധികളാണ്, നിഷ്കളങ്കരാണ്. നമുക്ക് വിവേകപൂർവ്വം ജീവിതത്തെ നേരിടാം. സത്യസ്വരൂപനായ ദൈവം നമ്മെ രക്ഷിക്കും. നമ്മുടെ നിരപരാധിത്വവും നിഷ്കളങ്കതയും ദൈവം തെളിയിക്കും. അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടുമെന്നല്ലേ നാം പഠിച്ചിട്ടുള്ളത്. നമുക്ക് അന്ത്യത്തോളം ക്ഷമിക്കാം. കാവ്യയുടെ ആത്മബലത്തിൽ വിദ്യ വിസ്മയം പൂണ്ടു. താൻ പതറിപ്പോകുന്ന രംഗങ്ങളിലെല്ലാം വീട്ടിലെ മുതിർന്ന കാരണവരെ പോലെ ധീരോദാത്തമായി അവൾ പ്രവർത്തിക്കുന്നു. ഇന്നലെ തങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവൾ അവസരോചിതമായി ഇടപെട്ട് കഞ്ഞിയുണ്ടാക്കി. ചേമ്പിൻ തണ്ടുപോലെ വാടിത്തളർന്ന നിത്യമോളെ കഴിപ്പിച്ചു. ക്ഷീണമകറ്റി. ഉപ്പിട്ട ചൂട് കഞ്ഞിവെള്ളം തന്നെയും നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഇവൾ വാസ്തവമായും ഒരു മാലാഖ തന്നെ. ഇവൾ ഈ വീട്ടിലുള്ളതിനാൽ അവളുടെ ദൃഢമായ ഈശ്വരവിശ്വാസം നിമിത്തം ഈ കുടുംബം രക്ഷപ്പെടും.
വിദ്യ മനസ്സിൽ കണക്കുകൂട്ടി. പലപ്പോഴും കാവ്യമോൾ ചേച്ചിയും താൻ വെറുമൊരു ഇളക്കുഞ്ഞുമായി മാറുന്നല്ലോ. ഇനി ഇങ്ങനെ ഉണ്ടാകരുത്. വിദ്യ സമചിത്തത കൈവരിച്ചു. കാവ്യ തലേന്നത്തെ വെള്ളമൊഴിച്ചിട്ടിരുന്ന കഞ്ഞി ഒരു പാത്രത്തിൽ പകർന്ന് ഒരു ജാതിക്ക ചമ്മന്തി ഉണ്ടാക്കി നിത്യമോൾക്ക് കൊടുത്തു. നിർബന്ധമായി നിത്യമോളെ വയർനിറയെ കഴിപ്പിച്ചു. ബാക്കി കഞ്ഞിവെള്ളം ഉപ്പ് ചേർത്തെടുത്ത് വിദ്യയെ നിർബന്ധിച്ചു കുടിപ്പിച്ചു. ബാക്കി അവളും കുടിച്ചു. ശബ്ദം താഴ്ത്തി മെല്ലെ അവൾ പറഞ്ഞു, വയറ്റിൽ വിരകടന്ന് ബഹളം വയ്ക്കുന്നു, ഭക്ഷണം കിട്ടാഞ്ഞിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ നോവലിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസത്തിൽ.